ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കുട്ടയിൽ എനിക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും ഈ സമയമായി. ഇന്ന് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും, അങ്ങനെ അങ്ങ് ആ മൂഡിൽ അങ്ങനെ അങ്ങായിപ്പോവും. അപ്പം കഴിഞ്ഞ ദിവസം എന്താ പറയുക, നമ്മൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വയനാട് പോയ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരുപാട് നാളത്തെ വെൽഡ് പ്ലാനിങ്ങാണ് എൻ്റെ അമ്മയുടെ ഓരോ നാടകം പുറത്തു വന്നത്. എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാനതൊക്കെ എന്ത് ചെയ്തു, ഇത്രയും ഒരു എന്താ പറയുക, വലിയൊരു ക്രിമിനൽ, അല്ലെങ്കിൽ ഇത്രയും അവരുടെ ഉള്ളിലെ വെൽഡ് പ്ലാൻഡ് ഒരുപാട് നാളത്തെ പ്ലാൻഡാണ് അവരെന്ത് ചെയ്തത്, പുറത്തോട്ട് വിട്ടത്. പെട്ടെന്ന് എന്ത് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വിളക്ക് കത്തിക്കാത്തതിൻ്റെ വയനാട് അല്ലെങ്കിൽ നമ്മളെ വിളക്ക് തരാമെന്ന് പറഞ്ഞാൽ പപ്പ എനിക്ക് ചെയ്തു തന്നതാണ്. പപ്പ ഇരിക്കുമ്പോൾ തന്നെ ചെയ്തു തന്ന 9 വർഷത്തോളം നമ്മളവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. 9 വർഷത്തോളം നമ്മളത് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ച കാര്യങ്ങളാണ്. അതിന് എൻ്റെ അമ്മയും സഹകരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എന്ത് ചെയ്തു, ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ എൻ്റെ പപ്പ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ മരുമോൾ ചെയ്ത കാര്യങ്ങളും മകൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പം അതായത് എൻ്റെ ആങ്ങളയുടെ മകൻ്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോ ഉണ്ട്. ആദ്യ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വലുതായി പ്രായപൂർത്തിയല്ല, ഒരു കുട്ടി തിരിച്ചറിവാകുമ്പോൾ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന പള്ളിയിലെ ഒരു ചടങ്ങാണ് ആദ്യ കുർബാന എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസിനൊക്കെ അറിയായിരിക്കാം. അപ്പോൾ ആ ഒരു ഫോട്ടോസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവളും കൊച്ചും അവളുടെ അമ്മയും ആങ്ങളുടെ ഭാര്യയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോസ് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അവളുടെ ജോബി രാജേഷ് എന്നായിരുന്നു അവളുടെ ഫേസ്ബുക്ക്. അവൾ അതൊക്കെ മാറ്റി ഇപ്പോൾ ജോബി ജോസ് എന്നാക്കി. അവളുടെ രണ്ടാം ഭർത്താവിനെയും ഞാൻ എന്ത് ചെയ്തു, കണ്ടു. അതായത് എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ രണ്ടാം ഭർത്താവിനെ ഞാൻ കണ്ടു. എൻ്റെ ആങ്ങളുടെ ഫേസ്ബുക്കും ഞാൻ നോക്കി. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഫേസ്ബുക്കൊക്കെ പഴയ പോലെ തന്നെ ഉണ്ട്. അവൻ ആ ഫോട്ടോസെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ എന്ത് ചെയ്തു, രണ്ടാം ഭർത്താവിനെ ഞാൻ കണ്ടു. എൻ്റെ ആങ്ങളേനെ, എൻ്റെ കുടുംബവും തകർത്ത്, എൻ്റെ ആങ്ങളേനെ അവിടുന്ന് എന്ത് ചെയ്തു, കുടുംബം തകർത്ത് ഇറങ്ങി പോയി. എൻ്റെ ആങ്ങളയുടെ ഒരുപാട് പൈസ തട്ടിയെടുത്ത് കാരണം എൻ്റെ ആങ്ങള അത്രയും നാൾ എൻ്റെ അപ്പനും അമ്മയ്ക്കൊന്നും 5 പൈസ എന്ത് ചെയ്യുന്നില്ല, അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ ഈ വിൽസൺ മൂലക്കരയ്ക്കെങ്ങാണ്ട് 1 ലക്ഷം രൂപ എങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പൈസ അവൻ ചോദിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവൻ്റെ പൈസ മൊത്തം തട്ടിയെടുത്തിട്ട് അവൻ്റെ ജീവിതവും നശിപ്പിച്ചിട്ട് അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ സുഖിച്ച് എന്ത് ചെയ്യാണ്, വാഴുകയാണ്. അവൾ വീട്ടിലോട്ട് വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ വന്നപ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ ആങ്ങളുടെ കല്യാണം നടന്ന സമയത്ത് പിന്നെ എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല, എനിക്ക് ആ വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും അവിടെ നാടകങ്ങൾ അരങ്ങേറിയതിന് ശേഷം ഞാൻ അതായത് 2014 ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നതും ഇവരവിടുന്ന് പോയി ഏകദേശം 1 മാസത്തോളം 6 മാസത്തോളം കണ്ടായ സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. ഞാനതൊന്നും ചോദിച്ചില്ല, അവിടെ എന്താ നടന്നേ, എന്താ പ്രശ്നം, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇവരുടെ 2 പേരുടെയും വാമൊഴിയാണ് ഇവൾ ചെയ്ത പരിപാടി. ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓരോരോ വീഡിയോസ് കാണുമ്പോൾ ഓരോ കുടുംബത്തെ പ്രശ്നങ്ങളെ നിങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ പപ്പ പറഞ്ഞു, എൻ്റെ പപ്പ കടയിലോട്ട് പോകുന്ന സമയത്ത് ഇവൾ തനിയെ പൂരിയൊക്കെ ഉണ്ടാക്കി ഇവൾ തന്നെ കൊച്ചിനും കൊടുത്ത് ഇവളും കഴിക്കും. ഇവൾ ആ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊന്നും
തേങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പൈസ കൊടുത്ത് 4 തേങ്ങ 3 തേങ്ങയൊക്കെ എന്ത് ചെയ്യണമായിരുന്നു, പൈസ കൊടുത്ത് വാങ്ങണമായിരുന്നു. ആ സമയത്ത് തന്നെ എൻ്റെ അപ്പൻ എന്ത് ചെയ്ത് തെങ്ങൊക്കെ വെച്ച് ഞങ്ങൾക്ക് തേങ്ങ അരയ്ക്കാനും ആട്ടാനും ഒക്കെ ഉള്ള തേങ്ങ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ തേങ്ങയെല്ലാം ആട്ടി കന്നാസിനകത്ത് കണക്കിൽ വെളിച്ചെണ്ണ എല്ലാം ആക്കി വെച്ചാലും അവരെൻ്റെ അടുത്ത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒരു കുപ്പി എടുത്ത് തരുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അവർ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളും അവരെന്ത് ചെയ്യാറില്ല, അറിഞ്ഞുകൊണ്ട് അവർ തരാറില്ല. ഈ വെളിച്ചെണ്ണയൊക്കെ ആട്ടിയിട്ട് അത് ലാസ്റ്റത്തെ തീരാനായിട്ടൊരു സമയമുണ്ടല്ലോ, ഒരു കാറിൽ പിടിക്കുന്ന സമയത്ത്, ആ സമയത്താണ് എന്ത് ചെയ്യണം, അവരെ എനിക്ക് ഒരു കുപ്പി എണ്ണ ഒരു പ്രാവശ്യം തന്നിട്ടുണ്ട്. പിന്നെ അതായത് ആട്ടി കന്നാസ് കണക്കിൽ ആട്ടി പെരയ്ക്കകത്ത് വെച്ച് തേങ്ങയാണേലും വെളിച്ചെണ്ണയാണേലും ഈ തള്ള തനിയെ യൂസ് ചെയ്യുമ്പോൾ, ഞാനൊരു മോളേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അവിടെ വയനാട് ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണയൊക്കെ കാച്ചിക്കൊണ്ട് വരും, എണ്ണ കാച്ചുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും അവിടെ ഇരിക്കുന്ന എണ്ണ എനിക്ക് തരുമോ, അല്ലെങ്കിൽ അവിടെ എണ്ണ എടുത്തോ എന്നൊന്നും പറയാതെ ഞാൻ പോയിട്ട് മില്ലിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ കാച്ചിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ കൊണ്ടുവരും. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എത്ര എണ്ണ വാങ്ങി, അത്രയൊക്കെ വേണോ? ഇവർ ചോദിക്കണം. എന്നുവെച്ചാൽ ഇതുപോലൊരു ദുഷ്ട സ്ത്രീ എൻ്റെ ജീവിതത്തിൽ, ഞാൻ അവരുടെ വയറ്റിൽ ജനിച്ചല്ലോ എന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ അനുഭവിച്ച വ്യതകളാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അത്രയും കാലം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ആളുകൾ, ഈ തള്ള ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് വിളക്ക് ഒക്കെ കത്തിക്കുന്ന വീടുകളിലെല്ലാം പോയി ഇവർ നിൽക്കാറുണ്ട്. അങ്ങനെ എല്ലാം അവിടെ ജോലി ചെയ്യാനൊക്കെ പോകുന്നൊരു സ്ത്രീയാണ്. അവരോടൊക്കെ വലിയ ആത്മീയ കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അന്ന് ഇനി അവിടെ ആരെങ്കിലും അത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ വിളക്ക് കെട്ടിയ തറ ഇടിച്ച് പൊളിച്ചിടുമ്പോൾ, ആ അപ്പൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് അപ്പൻ കെട്ടിയ വിളക്കിൻ്റെ തറയാണ്, അത് അവർ കുത്തിപ്പൊളിച്ചപ്പോൾ ഒന്ന് ആര് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇവർ പറയണ്ടേ. ഇവർ ഒരു ദിവസം തന്നെ പപ്പ വഴക്കുണ്ടാക്കിയ സമയങ്ങളിൽ തന്നെ അങ്ങനെ പറഞ്ഞപ്പം ഇവർ തന്നെ ഇവരുടെ വായും കൊണ്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, ഇവരാണ് ഈ നാടകം മൊത്തം അരങ്ങേറ്റിയത്. ഇവർ അത്രയ്ക്കും ദുഷിച്ചാണ് എന്ത് ചെയ്യണത്, ഇവർ പുച്ഛിച്ചിട്ട് ഇവർ ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് 28 ദിവസം അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അവരുടെ കൂടെ താമസിക്കുന്നതിനൊന്നും അവർക്ക് പ്രശ്നങ്ങളില്ല. ഇവർക്ക് ആ വിളക്ക് തറ ആണ് ഇവരുടെ മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു ജീവിതം വരാനായിട്ട് ഇവർ അതായത് പണ്ടൊരു കഥയുണ്ട്, പൊന്മുട്ട ഇടുന്ന താറാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ കഥയും ആ താറാവിന് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇവർ പൊന്മുട്ട ഇടിയിക്കാൻ വേണ്ടി നോക്കിയതെല്ലാം പണി പാളിപ്പോയി, അത് വെള്ളത്തിലായിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു അവിടെ അരങ്ങേറി. പിന്നെ ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനൽ കാണുമ്പോൾ പേളിമാണി, പിന്നെ അതായത് ഇതിനകത്തൊരു താര കല്യാണിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പം ഞാൻ പേളി ആ കുട്ടികളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഓരോന്നും ഇങ്ങേറ്റ് സ്കൂളിൽ വിട്ടപ്പോൾ തന്നെ പേളി കരയുന്നതും ഒക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ ശ്രദ്ധിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിനെ ഞാൻ ഇത്രയും പാകപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ഇത്രയും പാകപ്പെട്ട ഒരു മനസ്സ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് തകർന്നു പോകാതെ എന്ത് ചെയ്യുന്നു, ഞാൻ വളരെ സ്റ്റേണായിട്ട് നിൽക്കുന്നത്. എൻ്റെ കുടുംബം തകർത്തിരിക്കുന്ന വിൽസൺ മൂലക്കരേൻ്റെ അമ്മ മേരി മൂലക്കര, അതായത് അവരുടെ മകള് എല്ലാവരും കൂടെ, അതായത് തകർക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും. അതുകൊണ്ട് ഈ ജോബി എന്ന് പറയുന്ന അതായത് എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ ഫേസ്ബുക്കിനകത്ത് വിൽസൺ മൂലക്കരയുടെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ടാസ്ക്കാണ് അവൻ ചെയ്ത്, എൻ്റെ ആങ്ങളുടെ ജീവിതവും തകർത്ത്, എൻ്റെ ജീവിതവും തകർത്ത്. അവൻ്റെ അമ്മ ഒരു പ്രാവശ്യമേ ഞാനും കണ്ണനും കൂടെ പോകുമ്പോൾ ഒരു പ്രാവശ്യം കണ്ണനെ ആദ്യമായിട്ട് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അവരെൻ്റെ വീട്ടിലെ കുറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കണ്ണൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുക്കണം. ആ ഒരു വീഡിയോസ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നത്, ഇവർ പറഞ്ഞില്ലെന്ന് ഒരിക്കലും പറയത്തില്ലല്ലോ. അതായത് എൻ്റെ പപ്പ, ഞാനൊക്കെ പഠിക്കണ സമയത്ത് 4, 5 പഠിക്കണ സമയത്താണ് എൻ്റെ പപ്പ ഗൾഫിലേക്ക് പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കാതൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കാത് കുത്തിയ സമയത്ത് എന്ത് ചെയ്തു, അന്നെന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന് 2 കമ്മൽ എനിക്ക് വാങ്ങിയ സമയത്ത് 1000 രൂപയേ ഉള്ളൂ. അന്ന് 800
രൂപ 1000 രൂപയൊക്കെ ആണ് അന്ന് 2 കമ്മൽ വാങ്ങിക്കുന്നതിനൊക്കെ വിലയുള്ളൂ. എനിക്കന്ന് ഓർമ്മയുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് കാത് കുത്താൻ വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് അങ്ങനെ കാത് കുത്തിക്കുക കുറേ നാൾ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 5 പഠിക്കുമ്പോഴാണ് എൻ്റെ കാത് കുത്തിയത്. എൻ്റെ കാത് കുത്തിയിട്ട് ഞാൻ ആകെ അവർ മേടിച്ചെന്ന 2 കമ്മൽ ഞാൻ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം മേടിച്ച് ആ കാത് കുത്തിയ സമയത്ത് അപ്പോൾ ഈ വിൽസൺ എന്ന് പറയുന്ന അന്ന് വിൽസൻ്റെ വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലൊരു കപ്പ നട്ടാലും ഒരു വാഴക്കൊല വെട്ടിയാലും അതിൻ്റെ പകുതി എന്ത് സാധനം ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ തന്നയക്കും അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. വീടൊന്നും അത്ര പണിതിട്ടൊന്നുമില്ല. ചിറ്റപ്പനാകെ ഒരു കടയുണ്ട്. ആ കടയുടെ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കപ്പയുണ്ടെങ്കിലും പഴമൊക്കെ കൂടുതലുണ്ടെങ്കിലും അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. ഞാനാണ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ആ സമയത്ത് ഈ വിൽസൻ്റെ അമ്മ എന്ത് ചെയ്യും, അതായത് അവരുടെ മുകളിലുണ്ട് ഗ്രേസി എന്ന് പറഞ്ഞ ഗ്രേസിയെ കൊണ്ട് എൻ്റെ പപ്പയുടെ അടുത്തേക്ക് അന്നെന്ന് പറഞ്ഞാൽ ഫോണൊന്നുമില്ല. കത്തെഴുതിക്കുന്ന സമയത്ത് എൻ്റെ കാത് കുത്തിയ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇവർ എന്ത് ചെയ്യും, കത്തെഴുതി വിടും. അപ്പോൾ എന്നിട്ട് കമ്മലിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ കാത് കുത്തിയെന്നൊക്കെ എഴുതി കഴിയുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ മകളിങ്ങനെ പറയുമ്പോൾ ഈ തള്ള കണ്ണുകൊണ്ട് കാണിക്കും പറയണ്ടെന്ന്. അപ്പം ഞാൻ അന്ന് തൊട്ട് എൻ്റെ കൊച്ചു മനസ്സിലോട്ട് ഇവരെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എൻ്റെ വീട് നശിപ്പിച്ച് എൻ്റെ വീട് നാരായണക്കല്ലാക്കി എൻ്റെ പപ്പ മരണപ്പെട്ട സമയത്ത് പോലും ഞാൻ അവിടെ പപ്പയെ കാണാൻ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഈ വിൽസൺ മൂലക്കരയാണ് മുൻകൈയിൽ നിന്നിട്ട് നമ്മളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയിൽ നിന്ന്. അങ്ങനെ എൻ്റെ ജീവിതം തകർത്ത്, എൻ്റെ ആങ്ങളയുടെ ജീവിതം തകർത്ത്, എൻ്റെ വീട് തകർത്ത്, എല്ലാവരെയും 4 വശത്താക്കി. എൻ്റെ അപ്പനും മരണപ്പെടുത്തി. എൻ്റെ അപ്പനെ ഒരുപാട് മാനസികമായിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും വീഡിയോയിലെല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രയും എൻ്റെ അപ്പനെ മാനസികമായിട്ട് വേദനിപ്പിച്ച് ഇവൻ വീട്ടിലോട്ടൊന്നും അന്നേരം ഒന്നും വരത്തില്ല. എൻ്റെ ആങ്ങള 2013 എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് 2024 അല്ല എൻ്റെ പപ്പ മരിക്കുന്നതിന് 1 മാസം മുമ്പ് 15 ദിവസം മുമ്പ് വന്നിട്ടേ ഉള്ളൂ. 15 ദിവസത്തിനിടയിലാണ് എൻ്റെ അപ്പൻ്റെ മരണം. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ മാസവും വിളക്ക് എത്തിക്കാനായിട്ട് അവിടെ പോവുമായിരുന്നു. ഞാനും കണ്ണനും കൂടെ പോകും. ബൈക്കിലാണ് ഞങ്ങൾ പോയി ചെന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് അന്നേരം ഭയങ്കര സന്തോഷം നമ്മൾ ചെല്ലുന്ന കാണുമ്പോൾ. ഞാൻ മിണ്ടാറൊന്നുമില്ല, പക്ഷേ കണ്ണൻ്റെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചോറൊക്കെ ഉണ്ടിട്ട് പപ്പ അവിടെ കിടക്കും. ആ തിണ്ണയിൽ തന്നെ ആയിരിക്കും പപ്പ കിടന്നിട്ട് എഴുന്നേറ്റിട്ട് ചായ ഇട്ട് കുടിക്കും. ചിലപ്പോൾ ചായ ഇടാൻ പറയുമ്പോൾ അവർ ചിലപ്പോൾ ഇട്ട് കൊടുക്കും, ഇല്ലേ ഇട്ട് കൊടുക്കും, തന്നെ ഇട്ട് കുടിക്കും. കുടിച്ചതിന് ശേഷം പപ്പ കാപ്പോയിൽ വരെ ഞങ്ങളുടെ അവിടെ പോയി കടയിൽ പോകും തിരിച്ചു വരും. പപ്പയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2 നേരവും കടയിൽ പോവും. നടന്നിട്ട് തന്നെയാണ് പോവുക. വീട്ടിലുള്ള എല്ലാ വിറക്, നെല്ല് അരി പൊടിപ്പിക്കാൻ, സാധനം മേടിക്കാൻ എല്ലാം പപ്പ നടന്നിട്ടാണ് പോവുക. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിളക്കെത്തിക്കാൻ പോയപ്പോൾ ഈ തള്ളനെ ഞങ്ങൾ യാദൃശ്യ കണ്ട് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് കാണുകയും ചെയ്തു. ഞങ്ങൾ അവിടെ പോയിട്ട് വിളക്ക് എത്തിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് ആ വിളക്ക് തറ, അതായത് വിളക്ക് തറ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അമ്പലം പോലെ തറ കെട്ടിയിട്ട് ഉണ്ട്. തറ കെട്ടിപ്പൊക്കി തറയുടെ മേളിൽ ഇങ്ങനെ ഒരു സ്ലാവ് പോലെ വേറെ ഒന്നുമില്ല വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എല്ലാ മാസവും വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും ഞാൻ എന്ത് ചെയ്യും, ഒരു 15 അതായത് 1 മാസം 30 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയി 10 ദിവസം കൂടെ മുന്നോട്ട് പോകും. അങ്ങനെ എല്ലാ മാസവും കറക്റ്റ് ഞാൻ വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പം ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് പപ്പ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ടില്ല. ഇത് കുത്തിപ്പൊളിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ വാടക വീടിൻ്റെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അനുഭവിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര അനുഭവിക്കുന്നതെന്നും അറിയത്തില്ല. ഞാൻ ഇനി പോകാൻ വയ്യാത്ത അമ്പലങ്ങളില്ല, ചെയ്യാൻ വയ്യാത്ത നേർച്ച കാഴ്ചകളില്ല, എല്ലാം ഞാൻ ചെയ്ത് തീർത്ത് ഞാൻ അവസാനം ഒറ്റ തീരുമാനമാണ് എടുക്കുന്നത്. ഞാൻ കണ്ണനോട് പോലും പറഞ്ഞിട്ടില്ല. കണ്ണൻ പോലും പോകുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പാണ് കണ്ണൻ അറിയുന്ന വയനാട് വിളക്കെത്തിക്കാൻ പോകുന്ന കാര്യം. അത്രയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ, എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തവരോടൊന്നും ഞാൻ പറയാതെ ഞാൻ പോയി ഒരുപാട് നമ്മൾ കാട്ടിക്കൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അതായത് വേദനപ്പെട്ട് ഞാൻ പോയ വഴികളിലൂടെയൊക്കെ തന്നെ ഞാൻ പോയി തിരിച്ച് ഞാൻ ചെന്നപ്പം അത്ഭുതകരമായിട്ട് എൻ്റെ മനസ്സെന്താണോ, എൻ്റെ മനസ്സിനെ അത്രത്തോളം ആ ദേവി അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എൻ്റെ പ്രതീക്ഷ ഞാൻ ചെല്ലാൻ വേണ്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്ത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഈ
അമ്മ എന്ന് പറയുന്ന സ്ത്രീ നിൽക്കുന്നത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ച് കാണുകയും ഞങ്ങൾ പെട്ടെന്ന് പോയി കത്തിച്ചുകൊണ്ട് വരികയും ചെയ്തു. കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് അയൽവാസിയായ ബേബി എന്ന് പറയുന്ന ഒരുത്തൻ കണ്ടു. അവനെയൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ വയനാട് വിളക്കെത്തിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്നതാണ്. ഇതാണ് പറയണത്, ഒരു കുടുംബം കലക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം തകർക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ തകർക്കുക, മനസ്സിനകത്ത് പുറമെ മാന്യനെന്ന് ചമഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യത കാണിച്ചിട്ട് മറ്റുള്ളവരുടെ കുടുംബം തകർക്കുന്ന അവസ്ഥ. അവനെന്ത് ചെയ്ത് എന്നെ കണ്ട വിവരം എന്ത് ചെയ്ത് തള്ളേനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ കത്തിച്ചിട്ടൊക്കെ നമ്മൾ പോകുന്ന അവിടുന്ന്. അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ വീഡിയോ ഇടണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് എൻ്റെ മൈൻഡ് മൂഡ് ഇങ്ങനെ പോകും. അപ്പം എന്നാൽ പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യണം, വീഡിയോയിൽ ആകും നിങ്ങൾക്ക് ഇതെല്ലാം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവ് വേണം എനിക്ക്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എല്ലാത്തിൻ്റെ തെളിവ് വേണം, എന്താണ് കാര്യകാരണങ്ങളെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു തള്ള ആർക്കും ജനിക്കാതിരിക്കട്ടെ, ഇതുപോലെ ഒരു ജന്മം ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത്രയും അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത്രയും അനുഭവിക്കാനായിട്ട് എൻ്റെ മനസ്സ് ഞാൻ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരാണിനെയും കൊണ്ട് പോലും ഇത്രയും പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വാടക വീടിൻ്റെതായ കാര്യങ്ങൾ അത് അവിടെ കിടക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഈ വീടെടുത്തിരിക്കുന്നു. ഇതൊന്നും എനിക്ക് കണ്ണനെ ഹെൽപ്പ് ചെയ്തിട്ടല്ല. കണ്ണനെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം വരുമ്പോഴത്തേനും കണ്ണന് ആ കാണുന്ന ആ പ്രതാപങ്ങളൊക്കെ ഉള്ളൂ. കണ്ണനെയും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതിനിടയ്ക്ക് കണ്ണനെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ നോക്കണം, ഈ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യണം. ഇതെല്ലാം ഞാൻ തരണം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കത്തിച്ചിരിക്കുന്ന വിളക്കും ഞാൻ ഓരോ ദിവസവും ആത്മീയ ജീവിതം എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് പോസിറ്റീവായി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പം ഒരുവിധം എൻ്റെ നാട്ടുകാരൊക്കെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ വിൽസൺ മൂലക്കരേനെ. അപ്പം വിൽസൺ മൂലക്കര അത്ര കുറഞ്ഞ പാർട്ടീസൊന്നും അല്ല. നിങ്ങൾക്കറിയാമല്ലോ അവൻ്റെ വളർച്ചയും അവൻ്റെ ഉയർച്ചയൊക്കെ ആര് കാരണമാണെന്ന്, ആരുടെ അടുത്ത് പോയി നിന്നുണ്ട്. പാവപ്പെട്ട ആ ടോമി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ ചെന്നലോടെ എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ഏറ്റവും നല്ലൊരു മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടിരുന്ന സമയത്താണ്, എൻ്റെയൊക്കെ ചെറുപ്പ സമയത്താണ് ഇവൻ അവിടെ പോയി പുള്ളിക്കാരൻ ജോലിക്ക് എടുക്കണതും. അത്രയും ആ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു പണക്കാരനാണ് ടോമി എന്ന് പറയുന്ന ആൾ. ടോമി എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ്, ആളുകളോടൊക്കെ ഇടപെടാൻ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ പപ്പേനെയൊക്കെ കുഞ്ഞൻ ചേട്ടാന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കത്തില്ല, അത്രയും നല്ലൊരു സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടത്. എല്ലാവരും പറയണത് ഇവനാണ് അതിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നില്ല, അതെനിക്കറിയില്ല, പറഞ്ഞു കേട്ട അറിവുകളേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പെട്ടെന്ന് വീട് വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പം എൻ്റെ കുടുംബം നശിപ്പിച്ചതിൻ്റെ ഒരാൾ വിൽസൺ മൂലക്കരയും അവൻ്റെ അമ്മയും ഒക്കെയാണ് എന്നുള്ളത് എനിക്ക് എന്തായാലും നല്ലോണം അറിയാം. എന്നിട്ട് എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അയ്യോ ഞങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മകനെ ന്യായീകരിക്കുന്ന ഒരമ്മ. പണ്ട് ഇവൻ ആളുകളുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും, നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി തല്ലുകൂടാൻ ചെന്ന് കഴിയുമ്പോഴും ഇവനെ രക്ഷിക്കുകയും ഇവനെ പച്ച പിടിപ്പിക്കുകയും ഇവൻ്റെ ശരീരരക്ഷ ചെയ്യുന്നത് ഇവൻ്റെ അമ്മയാണ്. ഇവൻ്റെ അമ്മയാണ് ഇവനെ അത്രത്തോളം വഷളാക്കി ഇത്രയും ഒരു ക്രിമിനലിസം എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവനങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നില്ല. അവനൊക്കെ എൻ്റെ മുമ്പിൽ കാണും നല്ല രീതിയിൽ കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. എൻ്റെ മനസ്സിനകത്ത് ഞാൻ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. പിന്നെ നാട്ടുകാരും വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആരുടെയും കുടുംബം എന്ത് ചെയ്യരുത്, തമ്മിത്തല്ലി തല കീറിക്കാനായിട്ട് തമ്മി പാര വെച്ച് തല കീറിക്കാൻ വേണ്ടി നിൽക്കരുത്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് പ്രശ്നങ്ങൾ. യൂട്യൂബേഴ്സിൻ്റെ കുടുംബത്തിൽ തന്നെ ആണെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓരോ രീതിയിൽ കാണും. നിങ്ങളതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ എന്തായാലും വിളിച്ചു പറയുന്നത്. ഒരു ദൈവീകമായ കാര്യത്തിന് ഒരു തുടക്കം കുറിച്ചിട്ട് അതിനെ ഇടിച്ചു പൊളിച്ചിട്ട് ഇവൾ എത്ര വലിയ കുഞ്ഞമ്മയാണെന്ന് പറഞ്ഞാൽ, എത്ര ഞായറാഴ്ച കുർബാന പങ്കെടുത്താലും, എത്ര കുർബാന സ്വീകരണം നടത്തിയാലും, ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോണത്, ഇനി നല്ല കുമ്പസാരം നടത്തിയിട്ടും ക്രിസ്മസ് ആഘോഷിച്ചിട്ടും വീടുകളിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ടും ഒന്നും ഒരു രക്ഷയുണ്ടാവത്തില്ല. അവൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഫ്രോഡ് തരമാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് ആളുണ്ടടി, എനിക്ക് ആൾക്കാരുണ്ടെന്ന്. പക്ഷേ അതെന്തായാലും എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ അപ്പൻ മരിച്ചു കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആളുണ്ടെന്നും ആൾക്കാരുണ്ടെന്നും. കൊച്ചു പിള്ളേരെ വെച്ചിട്ട് ഗുണ്ടായിസം നടത്തുമ്പം
ഞാനൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട് ഇറക്കാൻ വേണ്ടി. നമുക്ക് കാശൊക്കെ കൊടുത്തങ്ങോട്ട് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ആളുകളുണ്ട് ഇറക്കാൻ കിട്ടും. മനസ്സിലായില്ല? അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന പീക്കിരി പിള്ളേരെ വെച്ചിട്ടല്ല ഗുണ്ടായിസം നടത്തണം. മനസ്സിലായില്ലേ? അപ്പം മനസ്സിലായി കാണുമെന്ന് മനസ്സിലായി കാണുമായിരിക്കും എന്തായാലും. അപ്പം ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ വിളക്ക് കത്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയണം, വീഡിയോയിലൂടെ പറയണം. എന്ന് വെച്ചാൽ ഓരോ കുടുംബത്തും ഇപ്പം ഞാനിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇതുപോലത്തെ ഒന്നും എന്ത് ചെയ്യരുത്. എന്ന് വെച്ചാൽ തള്ള എന്നുള്ള പേര് തള്ള എന്ന് നമുക്ക് പെൻസിലിൽ എഴുതാൻ പറ്റും. തള്ളയായിട്ടിരിക്കണമെങ്കിൽ ഇപ്പം ഞാൻ താരാ കല്യാണിൻ്റെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും സൗഭാഗ്യേനെ അവർക്ക് 5 മിനിറ്റ് അവർക്ക് കിട്ടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ താരാ കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നല്ലൊരു ആളാണ് താരാ കല്യാണം. അവരുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു ആളാണ് താരാ കല്യാണം. 1 മിനിറ്റ് അവരുടെ മകളെ കിട്ടുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണ്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി പോയപ്പം കഴിഞ്ഞ വർഷം കണ്ണൻ്റെ മുമ്പിൽ കേക്കും എടുത്തിട്ട് കരയണം. അയ്യോ, ഞാൻ ഇവള് വരാതെ ഇങ്ങനെ വെച്ച് ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി മറ്റേ നോക്കി. ഇപ്പം കണ്ണന് മനസ്സിലായി എന്താണ് കാര്യങ്ങളെന്നുള്ളത്. യഥാർത്ഥമായിട്ട് കണ്ണൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ മക്കളോടൊന്നും എന്ത് ചെയ്യരുത്, ഇതുപോലത്തെ ക്രൂരകൃത്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ ജനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് മക്കളോട് താല്പര്യമില്ലെങ്കിൽ ഒരു ജന്മത്തിന് എന്ത് ചെയ്യരുത്, ഈ ഭൂമിയിലേക്ക് അവസരം കൊടുക്കാതിരിക്കുക. അല്ലാതെ ജനിപ്പിച്ച് വളർത്തിയിട്ട് ഇമ്മാതിരി തെണ്ടിത്തരമൊന്നും ഒരു മക്കളോടും ചെയ്യരുത്. അപ്പം നിങ്ങൾ മക്കളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ആലോചിക്കുക, നിങ്ങൾക്ക് മക്കൾ വേണമോ, നിങ്ങൾക്ക് മക്കളെ കൊണ്ട് ജീവിക്കാൻ യോഗ്യരാണോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, മക്കളെയൊക്കെ ഭൂമിയിലേക്ക് ജന്മം കൊടുത്ത് എന്ത് ചെയ്യാൻ വിടാൻ.